വായു ഭഗവാന് സുകന്യയിൽ ജനിച്ച പുത്രനാണ് മങ്കണകൻ. ഭക്തനായ ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സന്യാസവൃത്തിയിൽ ആകൃഷ്ടനായി തീർന്നു. സപ്ത സരസ്വത തീർത്ഥക്കരയിൽ ഒരു ആശ്രമം പണിത് മണങ്കങ്കൻ അവിടെ താമസമാക്കി. ഒരു നാൾ പൂജയ്ക്ക് ദർഭപ്പുല്ലുകൾ ശേഖരിക്കുകയായിരുന്ന മഹർഷിയുടെ വിരലിൽ കുശപ്പുല്ല് കുത്തിക്കേറി. മഹർഷി പുൽകഷ്ണം വലിച്ചെടുത്തു. അപ്പോൾ അത്ഭുതമെന്ന് പറയേണ്ടു, മുറിവേറ്റ വിരലിൽ നിന്നും ചിരച്ചാറ് ഒഴുകി ചെഞ്ഞു തുടങ്ങി. അത്ഭുതപ്പെട്ടുപോയ മഹർഷി ആനന്ദപരവശനായി തീർന്നു. ആനന്ദം സഹിക്കവയ്യാതെയായപ്പോൾ മഹർഷി നൃത്തം ആരംഭിച്ചു. മഹർഷിയുടെ ആനന്ദ നൃത്തത്തിൽ ആകാശവും ഭൂമിയും പങ്കാളികളായി. ഈ നൃത്തം യുഗങ്ങളോളം തുടർന്നു. മഹർഷിയുടെ നൃത്തം അവസാനിക്കുന്ന യാതൊരു മട്ടും കണ്ടില്ല. ദേവകൾ പരിഭ്രമിച്ചു. അവർ പരമേശ്വരനെ അഭയം തേടി. നടേശ, മങ്കണകന്റെ നൃത്തം അവിടുന്ന് കണ്ടില്ലയോ? സംവത്സരങ്ങളായി തുടരുന്ന ഈ നൃത്തത്തിൽ ആകാശവും ഭൂമിയും പങ്കാളികളായിരിക്കുന്നു. പ്രസ്തുത അവസ്ഥയിൽ തുടർന്നാൽ ലോകഗതി എന്താവും? ആനന്ദ നൃത്തത്തിന് ഉപരിയായിട്ടുള്ള കർമ്മങ്ങൾ ഏവരും പങ്കാളികളാകേണ്ടതല്ലേ? ദേവകളെ, നിങ്ങളുടെ ആശങ്ക അസ്ഥാനത്തല്ല. മങ്കണകന്റെ ആനന്ദ നൃത്തം തുടരുന്നുവെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മങ്കണകന്റെ നൃത്തം അവസാനിപ്പിക്കുവാൻ ഞാനിതാ പുറപ്പെടുന്നു. ശിവശങ്കരൻ ദേവകളെ സമാധാനിപ്പിച്ചയച്ചു. അനന്തരം അദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ മങ്കണകന്റെ സവിധത്തിലെത്തി. ബ്രാഹ്മണൻ മഹർഷിയോട് അന്വേഷിച്ചു, മഹർഷി, എന്താശ്ചര്യം, താങ്കൾ എത്രയോ കാലമായി നൃത്തം ചെയ്യുന്നു. അങ്ങയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ബ്രാഹ്മണ, താങ്കൾ ഊഹിച്ചത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്റെ ആനന്ദം അതിരില്ലാത്തത് തന്നെയാണ്. ഹേ ദ്വിജ, ശരീരത്തിൽ മുറിവേറ്റാൽ സാധാരണയായി രക്തമൊഴുകുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ അങ്ങിത് നോക്കിയാൽ കുശപ്പുല്ലുകൊണ്ട് മുറിവേറ്റ എന്റെ വിരലിൽ നിന്നും ചിരച്ചാറ് വരുന്നത്. മങ്കണകൻ വിരൽ ഉയർത്തിക്കാട്ടി. അത്ഭുതം തന്നെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ മണങ്കണന്റെ വിരൽ തൊട്ടു. തൊട്ടടുത്ത നിമിഷം ചീരച്ചാറ് മാറി ആ മുറിവിൽ നിന്നും കൽക്കണ്ടം പ്രവഹിച്ചു തുടങ്ങി. മങ്കണകൻ അത്ഭുതത്തോട് ആഗതനായ ബ്രാഹ്മണനെ നോക്കി. അടുത്ത നിമിഷം മഹർഷി ശിരസ് അപരോത്ഭവത്താൽ കുനിഞ്ഞു. മഹർഷി ബ്രാഹ്മണന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ആരാൻ? മഹാനുഭവ, അവിടുന്ന് ആരാണ്? എൻ്റെ ഈശൻ സാക്ഷാൽ ഉമാപതിയല്ലേ? അവിടുന്നല്ലെങ്കിൽ ഏതൊരാൾക്കാണ് മുറിവേറ്റ ദേഹത്തിൽ നിന്നും കൽക്കണ്ട് പ്രവഹിപ്പിക്കുവാൻ സാധിക്കുക? പ്രഭോ, എൻ്റെ ആകാംക്ഷ അങ്ങ് ശമിപ്പിച്ചാറ്. ബ്രാഹ്മണൻ പുഞ്ചിരി തോയി. അതിനുശേഷം തന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന മഹർഷിയെ എഴുന്നേൽപ്പിച്ച് ഭക്തി പരവശതയോടെ നിൽക്കുന്ന മങ്കണകന്റെ മുന്നിൽ അതാ ചൈതന്യസാരമായ പരമശിവൻ. മഹർഷി, അങ്ങയുടെ തപസ്സിന് ദേവകൾ നൽകിയ പ്രതിഫലമാണ് എൻ്റെ ദർശനം. മങ്കണക, എന്നും അങ്ങ് ജ്ഞാനത്താൽ സമ്പന്നനായി ഭവിക്കട്ടെ. ഇപ്രകാരം മങ്കണകനെ അനുഗ്രഹിച്ച ശേഷം പരമശിവൻ അപ്രത്യക്ഷനായി. അടുത്തത് മംഗളന്റെ ജനനകഥയാണ്. തുടരും.